സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറിയാണ് വെക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബയോ വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നെയ് കുമ്പളങ്ങ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഒരു നാടൻ സ്റ്റൈലാണ് വെക്കുന്നത്. ബയോ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സുനു വ്ളോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നാടൻ നെയ്ക്കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. ചെറിയ 2 നാടൻ കുമ്പളങ്ങയാണ്. ഇത് നല്ല തൊലിക്കട്ടിയുള്ള ഭയങ്കര തൊലിക്കട്ടിയാണ് ഇതിന്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെത്തിയെടുക്കാനായിട്ട്. അപ്പം അത് ചെത്തി തൊലി കളഞ്ഞെടുക്കണം. പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ കുമ്പളങ്ങ തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് നാടൻ കുമ്പളങ്ങയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കറി വെക്കുമ്പോൾ. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വേകാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളകും ആവശ്യമായ വെള്ളവും ചേർത്ത് വേകാൻ വെച്ചു. അതിൻ്റെ ആവശ്യമായ ഉപ്പും ചേർത്ത് വേകാൻ വെക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇടയ്ക്ക് കുമ്പളങ്ങയും കൊണ്ട് ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം കേട്ടോ. നല്ലതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാകുമല്ലോ നെയ് കുമ്പളങ്ങ. നല്ലതാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് കുമ്പളങ്ങ. അത് നമ്മൾ കറി വെച്ച് കൂട്ടണം കേട്ടോ. അങ്ങനെ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കണം. വേണമെങ്കിൽ ഒരു സ്വല്പം ഇഞ്ചി ചേർക്കാം. ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വല്പം വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് കടുക് അരയ്ക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോഴത്തേന് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് അത് ഉള്ളി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് നെയ് കുമ്പളങ്ങയും കൊണ്ടും വെക്കാം, വലിയ കുമ്പളങ്ങയും കൊണ്ടും ഇതുപോലെ തേങ്ങ അരച്ച് വളരെ എളുപ്പത്തിൽ കറി വെക്കാം കേട്ടോ. അങ്ങനെ കടുക് താളിച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം അരപ്പ് തേങ്ങ അരച്ചെടുത്ത അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. കടുക് താളിച്ചിലേക്ക് ഞാൻ സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കറിക്കൊരു കളറിന് വേണ്ടിയാണ്. അങ്ങനെ വെന്ത കഷ്ണത്തിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ കറിക്ക് ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് തളിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ആ കറിക്കൊരു ചെറിയൊരു മുളക് പൊടി കൂടി ചേർത്തുള്ള ഒരു കളർ കണ്ടോ. ഇങ്ങനെ ഇരിക്കും കറി വെക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്.